ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിൽ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേന്ദ്രമാണ്. സംരംഭകരെ സഹായിക്കാനും സഹായം നൽകുവാനും ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ എല്ലായ്പ്പോഴും ശ്രമമുണ്ട്. ഇതിനായി അവർ കാലാകാലങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി കർഷക സമ്പാദ യോജന, ഓപ്പറേഷൻ ഗ്രീൻ സ്കീം, മെഗാ ഫുഡ് പാർക്ക് തുടങ്ങിയ വിവിധ പദ്ധതികളിൽ സഹായമോ സംരംഭകനായി അവർ നൽകുന്ന സംരംഭകരെ സഹായിക്കാനുള്ള ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ ശ്രമമാണിത്. അതേ ഉത്തരവിൽ സർക്കാർ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസ് സ്കീമിൻ്റെ ഔചാര്യവൽക്കരണത്തിന് ഇന്ത്യ അടുത്തിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് നൽകും. ഭക്ഷ്യ സംസ്കരണ വ്യവസായവുമായി ബന്ധപ്പെട്ട ശരിയായ സാങ്കേതിക വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ള ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിൻ്റെ ശ്രമമാണിത്. ഈ കാര്യത്തിൽ പാൽ ഉൽപ്പന്നങ്ങൾക്കായി ഞങ്ങൾ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു. ഹലോ, ഞാൻ നിതിൻ കുമാർ, അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പൽ. ഈ പരിശീലന മോഡിലേക്ക് നിഫ്റ്റിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ക്ഷീര വ്യവസായത്തിലെ സ്വയം തൊഴിൽ സാധ്യതകളാണ് ഇന്നത്തെ വിഷയം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാൽ മനുഷ്യജീവിതത്തിന് വളരെ പ്രാധാന്യമാണ്. ഉയർന്ന പോഷകമൂല്യമുള്ളതിനാൽ പാലും ഒരു സമ്പൂർണ്ണ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ നിരവധി ഉൽപ്പന്നങ്ങളും അതിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നു. അത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പാൽ ഉൽപ്പാദന രംഗത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ രാജ്യം വളരെ പങ്ക് വഹിക്കുന്നു. പാൽ ഉൽപ്പാദനങ്ങളുടെ മേഖലയിൽ രണ്ടാമത്തെ വലിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. നിലവിൽ ലോകത്തെ പാൽ ഉൽപ്പാദനത്തിൻ്റെ 18.5% നമ്മുടെ രാജ്യത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് പാൽ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യയെ ഒന്നാം സ്ഥാനത്തെത്തിച്ചു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതായത് ലിറ്ററിന് 30 മുതൽ 35 രൂപ വിലയ്ക്കാണ് ഇന്ത്യ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്ഷീരമേഖല സ്വയം തൊഴിൽ മേഖലയിൽ എന്തുമാത്രം സാധ്യതകളുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിരവധി കോർപ്പറേറ്റ് പാൽ യൂണിറ്റുകളുണ്ട്. ഈ ചിത്രത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഡയറി യൂണിറ്റുകളും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നു. സംസ്ഥാനത്തും വ്യത്യസ്തതരം പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇത്തരത്തിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര നമ്മുടെ നാട്ടിലുണ്ട്. ക്ഷീരമേഖലയിൽ എണ്ണമില്ലാത്ത മേഖലകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് 80% വരെ സ്വകാര്യ പാൽ വ്യവസായവുമായി താരതമ്യം ചെയ്യുമ്പോൾ സഹകരണ യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഡയറിയിൽ പാൽ സംസ്കരണത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ക്ഷീര വ്യവസായം ഇന്ത്യയിലെ ഉപജീവന മാർഗമാണ്. 20 മുതൽ 25 പശുക്കളെ ഉപയോഗിച്ച് ഈ വ്യവസായം തുടങ്ങാം. സർക്കാരല്ലാത്ത സംഘടനകളോ ക്ഷീര വ്യവസായത്തിന് 5 മുതൽ 10 ലക്ഷം വരെ ഫണ്ട് നൽകുന്നു. ഇതുകൂടാതെ നിങ്ങളെപ്പോലുള്ള സംരംഭകരായ ആളുകൾക്ക് പരിശീലനം നൽകുന്ന നിരവധി പരിശീലന സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഹരിയാന, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാർണൽ ഹരിയാന, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുജറാത്ത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പുറമെ പ്രത്യേകമായി MOFPI നബാദ്, ഖദീജ ഗ്രാമ വ്യവസായ സഹകരണം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ ഡയറി ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങളിൽ വലുപ്പവും കൈകാര്യം ചെയ്യലും അതനുസരിച്ച് നിരവധി യൂണിറ്റുകളുണ്ട്. ഇവയിൽ ചിലത് ഇനി പറയുന്നവയാണ്: പാൽ റിസപ്ഷൻ യൂണിറ്റ്, സംസ്കരിച്ച പാൽ സംസ്കരണ വിഭാഗം, ക്രീം, വെണ്ണ, നെയ്യ്, ഫ്ലേവർ ചെയ്ത പാൽ, പാൽപ്പൊടി, പനീർ, പുളിപ്പിച്ച പാൽ ഉൽപ്പന്നം. കൂടാതെ ഐസ്ക്രീം നിർമ്മാണത്തിന് പ്രത്യേക ചെറിയ യൂണിറ്റ് ഒരു വലിയ ഡയറി പ്ലാന്റിനുള്ളിലുണ്ട്. ഇതുകൂടാതെ ഗുണനിലവാര നിയന്ത്രണ ലാബ്, സ്റ്റീം ബോയിലർ, റെഫ്രിജറേറ്റർ പ്ലാന്റ്, കമ്പോസ്റ്റ് എയർ, ATP എന്നിങ്ങനെ പ്രോസസ്സിങ്ങിനെ സഹായിക്കുന്നതിന് വിവിധ തരത്തിലുള്ള യൂണിറ്റുകൾ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വീടുകളുടെ പാൽ ടാങ്കറിലൂടെ ഡയറി പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നാമതായി പാലിൻ്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെടുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും കാണാവുന്നതുപോലെ ഒരു പാൽ ടാങ്കറിൻ്റെ സഹായത്തോടെ ഞങ്ങളുടെ ഡയറി പൈലറ്റ് പ്ലാന്റ് നിഫ്റ്റിലേക്ക് പാൽ കൊണ്ടുവരുന്നു. പഞ്ചാബിൽ നിന്നാണ് ഈ ടാങ്കർ എത്തിയിരിക്കുന്നത്. ടാങ്കറുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ പരിശോധിച്ച ശേഷം ടാങ്കറിൻ്റെ സീലും പരിശോധിക്കും. സീൽ പൊട്ടിയിട്ടില്ല, അതായത് വഴിയിലെ ടാങ്കറിൽ മായം കലർന്നിട്ടില്ല. ഇത് വളരെ പ്രധാനമാണ്. ടാങ്കറിൻ്റെ മുദ്ര പരിശോധിക്കുക. ഇപ്പോൾ ഞങ്ങൾ ടാങ്കറിൻ്റെ മുകളിലൂടെ നീര് നീക്കം ചെയ്യും. അതിനുശേഷം ലങ്കറിൻ്റെ സഹായത്തോടെ പാൽ നന്നായി കലർത്തിയിരിക്കുന്നു. കാരണം വഴിയിൽ പലതവണ ചെറിയ വായു കുമിളകൾ പാലിൽ രൂപം കൊള്ളുന്നു. കുതിപ്പ് ഉയർന്നു വരുന്നു, അടിയിൽ നിക്ഷേപിക്കുന്നു. അതിനാൽ ഇത് പൂർണ്ണമായി കലർത്തി ഞങ്ങൾ സാമ്പിൾ എടുക്കുന്നു. ഇതിനർത്ഥം അതിന് ചെറിയ ബിക്കറിൽ കുറച്ച് പാലെടുക്കുന്നു. ഈ പാൽ പരിശോധനയ്ക്ക് ലാബിലേക്ക് തിരികെ കൊണ്ടുപോകും. ആദ്യം പാൽ സാമ്പിളിൻ്റെ താപനില അളക്കുന്നു. അത് ശരിയാണെങ്കിൽ പാൽ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. ഇപ്പോൾ പാലിൻ്റെ സാമ്പിളുമായി ഞങ്ങൾ ലാബിൽ എത്തിയിരിക്കുന്നു. ഈ ആൽക്കഹോൾ ടെസ്റ്റ് നടത്തുന്നു. ഉടൻ തന്നെ ട്രൈബിൾ അസിഡിഫിക്കേഷൻ നടത്തുന്നു. ഇപ്പോൾ ട്രിപ്സിൻ്റെ സഹായത്തോടെ യൂറിയ, NH, നൈട്രജൻ എന്നിവയുടെ മായം പരിശോധിച്ചു. പാൽ ശരിയാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ ടാങ്കറിന് സമീപം വയ്ക്കുക. അസംസ്കൃത പാൽ ഒരു ജലവാഹിനി കുഴലിൻ്റെയും ഒഴുക്ക് കുഴലിൻ്റെയും സഹായത്തോടെ സംഭരണ ടാങ്കിലേക്ക് മാറ്റും. ഈ ടാങ്കിന് 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിനാൽ ഇതിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. അവിടെ നിന്ന് പാൽ ആദ്യം വീഴുന്ന ബാലൻസ് ടാങ്കിലേക്കാണ്. അത് പാൽ തിരികെ പോകാൻ അനുവദിക്കുന്നില്ല. മിൽക്ക് പാസ്ചറൈസർ വളരെ പ്രധാനപ്പെട്ട ഒരു യന്ത്രമാണ്. അതിൽ pH പ്ലേറ്റ് പായ്ക്ക്, ബാലൻസ് ടാങ്ക്, ഹോൾഡിംഗ് കോയിൽ, പമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിനു പുറമെ ചൂടുവെള്ളം, ശുദ്ധീകരിച്ച വെള്ളം എന്നിവയ്ക്കുള്ള സൗകര്യമുണ്ട്. പാലിലെ ദോഷകരമായ ബാക്ടീരിയകൾ നശിപ്പിക്കാൻ പാൽ പാസ്ചറൈസ് ചെയ്യുന്നു.
ഒരു നിശ്ചിത ഊഷ്മാവിൽ അത് ഇവിടെ പ്രവേശിക്കാൻ കഴിയും. ഇപ്പോൾ അത് രണ്ടാമത്തെ പുനരുൽപ്പാദന കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഇവിടെ ഏകദേശം 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ചൂടാക്കൽ വിഭാഗമാണ്. ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് പാസ്ചറൈസിൻ്റെ പ്രക്രിയ വീണ്ടും മനസ്സിലാക്കാം. പാൽ ആദ്യം ബാലൻസ്, തുടർന്ന് പമ്പ് വഴി പാസ്ചറൈസിൻ്റെ പുനരുൽപ്പാദന വിഭാഗത്തിലേക്ക് വരുന്നു. അവിടെ പാസ്ചറൈസ് മില്ലറിൻ്റെ സഹായത്തോടെ 45 ഡിഗ്രി വരെ ചൂടാക്കുന്നു. ഈ താപനിലയിൽ ക്രീം സെപ്പറേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് പാലിൽ നിന്ന് ക്രീം നീക്കം ചെയ്യാം. ഫോട്ടോയിൽ മഞ്ഞ വരകൾ കാണാം. ആ വഴി ക്രീമിനുള്ള വഴിയാണ്. പാൽ പാസ്ചറൈസിൻ്റെ പുനരുൽപ്പാദന വിഭാഗത്തിലേക്ക് മടങ്ങുന്നു. റീജനറേഷൻ വിഭാഗത്തിന് ശേഷം ഉടൻ തന്നെ പാൽ പാസ്ചറൈസിൻ്റെ താപീകരണ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെള്ളം അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ച് പാൽ 72 ഡിഗ്രി വരെ ചൂടാക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഹോൾഡിംഗ് കോയിലിൽ പാൽ 21 സെക്കൻഡ് പിടിക്കുക. അവസാനം തണുത്ത വെള്ളത്തിൻ്റെ സഹായത്തോടെ പാൽ തണുപ്പിക്കുന്നു. തണുപ്പിച്ച ശേഷം പാൽ വീണ്ടും സംഭരണ ടാങ്കിൽ സൂക്ഷിക്കുന്നു. ഈ തണുപ്പിച്ച പാൽ കുപ്പിയിലോ പൗച്ചിലോ നിറയ്ക്കാൻ തയ്യാറാണ്. ഈ മുഴുവൻ പ്രക്രിയ 2 മിനിറ്റിനുള്ളിൽ പൂർത്തിയാകും. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഹോമോജനീസിൻ്റെ പ്രവർത്തനത്തെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ ഹോമോജനീസിൻ്റെ പ്രവർത്തനം വീണ്ടും മനസ്സിലാക്കാം. പാലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് തുടക്കത്തിൽ വലിയ വലിപ്പമുള്ളതാണ്. ചിത്രത്തിൽ മഞ്ഞ ഗോളും കാണാം. ഹോമോജനസിലൂടെ കടന്നു പോകുമ്പോൾ അത് ചെറിയ പന്തുകളായി മാറുന്നു. ഇതിനായി പാൽ വളരെ ചെറിയ വിടവിലൂടെയും ഉയർന്ന സമ്മർദ്ദത്തിലൂടെയും കടത്തിവിടുന്നു. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇത് ഒരു കുപ്പി പൂരിപ്പിക്കൽ യന്ത്രമാണ്. ഇതിൽ ശൂന്യമായ കുപ്പികൾ ഒരു നേർരേഖയിൽ സൂക്ഷിക്കുന്നു. ഇതിനുശേഷം അത് കൺവെയറിൽ ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ട് നീങ്ങുന്നു. കുപ്പികൾ സ്വമേധയാ പരിശോധിക്കുന്നു. ഞാൻ ഒരു പൊട്ടിയ കുപ്പി കണ്ടെത്തി. ഞാൻ നിങ്ങളെ എല്ലാവരെയും അത് കാണിക്കുന്നു. ഈ യന്ത്രത്തിന് ഒരു സമയം 4 കുപ്പികൾ നിറയ്ക്കാൻ കഴിയും. പൂരിപ്പിച്ച ശേഷം കുപ്പികൾ അടച്ച് അതിലൊരു പ്ലാസ്റ്റിക് സീൽ ഇടുന്നു. അത് പിന്നീട് തീജ്വാലയിൽ ചൂടാക്കപ്പെടും. മുഴുവൻ പ്രക്രിയയും ഒരിക്കൽ കൂടി സൂക്ഷ്മമായി പരിശോധിക്കാം. സീൽ ചെയ്ത ഉടൻ തന്നെ കുപ്പികൾ പ്ലാസ്റ്റിക് ക്രോറ്റുകളിൽ സൂക്ഷിക്കുകയും കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയും ചെയ്യും. കോൾഡ് സ്റ്റോറേജിലെ താപനില 4 മുതൽ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്.
അതിരാവിലെ തന്നെ പാൽ കുപ്പികളെല്ലാം അവരവരുടെ നിയുക്ത സ്ഥലത്തേക്ക് അയക്കും. കുപ്പികൾക്ക് പുറമെ പാലും പൗച്ചുകളിൽ നിറച്ചിട്ടുണ്ട്. ഒരു ഫോം ഫിൽ സീലിൻ്റെ മെഷീൻ്റെ സഹായത്തോടാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പൗച്ചുകൾക്ക് കുപ്പികളേക്കാൾ വില കുറവാണ്, പക്ഷേ അവ പരിസ്ഥിതിക്ക് ഹാനികരമാണ്. പാലും പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ ധാരാളം യൂട്ടിലിറ്റികൾ ആവശ്യമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ നിങ്ങളെ യൂട്ടിലിറ്റി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാം. ആദ്യം ശീതീകരണ വിഭാഗമാണ്. അവിടെ ശീതീകരിച്ച വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പാൽ ഉൽപ്പന്നങ്ങളിൽ ശീതീകരണ വസ്തുവായി അമോണിയ ഉപയോഗിക്കുന്നു. ശീതീകരിച്ച വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പാൽ, ചീൽ, മിൽക്ക് പാസ്ചറൈസർ, വെണ്ണ ചങ്ക്, തുടർച്ചയായ വെണ്ണ നിർമ്മാണ യന്ത്രം, ഐസ്ക്രീം വിഭാഗം എന്നിവയിൽ ശീതീകരിച്ച വെള്ളം കാണപ്പെടുന്നു. അടുത്ത വിഭാഗം ഞങ്ങളുടെ CIP വിഭാഗമാണ്. CIP എന്നാൽ സ്ഥലം വൃത്തിയാക്കുക എന്നാണ്. ഞാൻ നിങ്ങളോട് ലളിതമായി പറഞ്ഞ ക്ലീനിങ് സ്ഥലത്തിൻ്റെ അർത്ഥം ഡയറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ മെഷീനുകളും അവരുടെ സ്ഥലത്ത് വൃത്തിയാക്കണം എന്നതാണ്. അവയെ അനക്കാതെ അവരുടെ സ്ഥലത്ത് തന്നെ ശുചീകരണം നടത്തണം. ക്ലീനിങ് സ്ഥലത്തുള്ള ക്ലീനിങ് ലൈനി പൈപ്പുകളിലൂടെ ടാങ്കിലേക്കും പാസ്ചറൈസിലേക്കും ചില്ലറിലേക്കും പോകുന്നു. അവിടെ വൃത്തിയാക്കിയ ശേഷം ലൈനി ഈ CPI വിഭാഗത്തിലേക്ക് തിരികെ നൽകുന്നു. വിഭാഗത്തിൽ ആൽക്കലി ടാങ്ക്, ഡിറ്റർജൻറ്റ് ടാങ്ക്, ആസിഡ് ടാങ്ക് എന്നിങ്ങനെ 3 ടാങ്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ആവശ്യാനുസരണം പൂർണ്ണമായ സൈക്കിൾ സവാരിക്കായി CIP വിതരണം ചെയ്യുന്നു. ഇനി ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് CIP പ്രക്രിയ നന്നായി മനസ്സിലാക്കാം. ആദ്യം വെള്ളം മെഷീനിലേക്ക് അയക്കുന്നു. അങ്ങനെ അവയിൽ അടങ്ങിയിരിക്കുന്ന പാലോ പാലുൽപ്പന്നമോ നീക്കം ചെയ്യും. ഉടൻ തന്നെ ആൽക്കലി ലൈനി പൈപ്പുകളിലൂടെ ഉപകരണങ്ങളിലേക്ക് അയക്കുന്നു. ആൽക്കലി ലൈനി ഉപകരണങ്ങളിൽ നിലനിൽക്കാതിരിക്കാൻ പൈപ്പിലൂടെ വെള്ളം പിന്നിൽ നിന്ന് വീണ്ടും അയക്കുന്നു. വെള്ളത്തിന് ശേഷം വളരെ ചെറിയ അളവിൽ ആസിഡ് ലൈനി വെള്ളത്തിൽ കലർത്തി ഉപകരണങ്ങളിലേക്കും പൈപ്പുകളിലേക്കും അയക്കുന്നു. അവസാനം എല്ലാ ഉപകരണങ്ങളിലേക്കും പൈപ്പുകളിലേക്കും വെള്ളം വീണ്ടും അയക്കുന്നു. അതിനാൽ ഈ എല്ലാ ഘട്ടങ്ങളും പിന്തുടർന്ന് ഞങ്ങൾ മെഷീനിലൂടെ പൈപ്പുകളിലൂടെ CIP പൂർത്തിയാക്കുന്നു. ഈ പ്രക്രിയ പുതിയ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാലിന് തയ്യാറാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ നമ്മുടെ ജലത്തിൻ്റെ കാഠിന്യം ഇല്ലാതാക്കി മൃദുവായ ജലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാട്ടർ സോഫ്റ്റ്വെയർ പ്ലാന്റും ഡയറി പ്ലാന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റീം ബോയിലർ മൃദുവായ വെള്ളത്തിൻ്റെ ആവശ്യകതയുണ്ട്. മൃദുവായ വെള്ളം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. സ്റ്റീം ബോയിലർ ഒരു ഡയറി പ്ലാന്റ് നീരാവി ഉൽപ്പാദിപ്പിക്കുന്നു. ഐസ്ക്രീം പാസ്ചറൈസർ, പാൽ പാസ്ചറൈസർ, ക്രീം പാസ്ചറൈസർ എന്നിവയിൽ ആവി ആവശ്യമാണ്. ഇതുകൂടാതെ ചീസ് ഉണ്ടാക്കാൻ ആവി ആവശ്യമാണ്. കൂടാതെ ഡയറി പ്ലാന്റിനെ തറ വൃത്തിയാക്കാനും ആവി ആവശ്യമാണ്. ആവി ഉൽപ്പാദിപ്പിക്കാൻ ഡയറി പ്ലാന്റ് മരം, കൽക്കരി അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കുന്നു. ഈ യൂട്ടിലിറ്റികളെല്ലാം ഉപയോഗിച്ച് ഡയറി വിവിധതരം പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഈ വീഡിയോയുടെ സഹായത്തോടെ നിങ്ങളെല്ലാവരും ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. വരൂ, ഇന്ത്യ ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ മൈക്രോ ഫുഡ് എൻ്റർപ്രൈസ് അപ്ഗ്രേഡേഷൻ സ്കീമിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം.
ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ചെറുകിട വ്യവസായങ്ങളുടെ എണ്ണം ഏകദേശം 25 ലക്ഷമാണ്. ഈ യൂണിറ്റുകളെല്ലാം 66% ഗ്രാമങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 80% യൂണിറ്റുകളും കുടുംബാധിഷ്ഠ യൂണിറ്റുകളാണ്. ഈ ചെറുകിട വ്യവസായങ്ങളുടെ നൈപുണ്യ വികസനവും സർവോത്തമുഖ്യമായ വികസനവും ആവശ്യമാണ്. അത് അവരുടെ വെല്ലുവിളികൾ കുറയ്ക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം പ്രധാനമന്ത്രിമാരുടെ മൈക്രോ ഫുഡ് എൻ്റർപ്രൈസ് അപ്ഗ്രേഡേഷൻ സ്കീം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ചെറുകിട വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായമാണെന്ന് തെളിയിക്കുന്നു. ചെറുകിട വ്യവസായങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാൻ ശക്തമായ ഒരു പദ്ധതി ചെയ്യുകയും എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതോടൊപ്പം FPO, സ്വയം സഹായ സംഘം, സഹജ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവുകൾ എന്നിവ അവരുടെ സമ്പൂർണ്ണ മൂല്യ ശൃംഖലയെ പിന്തുണയ്ക്കുന്നു. സംസ്കരിച്ച ഭക്ഷണ മേഖലയിലെ ആളുകളെ സ്വയം പ്രാപ്തരാക്കാനും തദ്ദേശവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ഇത് പ്രചോദനമാണ്. ഇതിൻ്റെ പ്രത്യേക വിവരങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി വെബ്സൈറ്റിന് ലഭിക്കും. PMFMEയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റ് ഹിന്ദിയിലാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് നിഫ്റ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. അതായത് 013022818089. നന്ദി.